മനുഷ്യരും ദൈവപിതാവിന്റെ തിരുഹിതമനുസരിച്ച് ജീവിക്കേണ്ടവരും ഒരിക്കൽ ദൈവരാജ്യത്തിൽ എത്തിച്ചേരേണ്ടവരുമാണ്. ബഹുമാനപ്പെട്ട ഗുരുജനങ്ങളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, അതെ, വിദ്യാഭ്യാസം, സാമൂഹ്യ പരിഷ്കരണങ്ങൾ, കലാസാഹിത്യ പ്രവർത്തനങ്ങൾ തുടങ്ങി ഒരു നാടിന്റെ സാംസ്കാരിക വളർച്ചയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന പ്രധാന ഘടകങ്ങളാണ്. 1805 മുതൽ 1871 വരെയുള്ള 66 വർഷത്തെ നിസ്തുല ജീവിതത്തിനിടയിൽ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ എന്ന കർമ്മയോഗി കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ഈ കാര്യങ്ങളെല്ലാം നടപ്പാക്കി വിജയം വരിച്ച ഒരു നവോത്ഥാന നായകനായിരുന്നു. ചാവറയച്ചന്റെ ജീവിതം വിലയിരുത്തിക്കൊണ്ട് ഡോക്ടർ സുകുമാർ അഴീക്കോട് ഇങ്ങനെ പറഞ്ഞു: ചാവറയച്ചൻ ഒരു യുഗസൃഷ്ടാവായിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ച കേരളീയ സമൂഹത്തിന് ശക്തിയും വെളിച്ചവും പകർന്ന ചാവറയച്ചൻ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് സൂര്യ തേജസ്സായി ചൂടും വെളിച്ചവും പകരുന്നു. എങ്ങനെയാണ് ചാവറയച്ചൻ കേരളത്തിന്റെ സാംസ്കാരിക വളർച്ചയിൽ ഒരു കേടാവിളക്കായത്? സാംസ്കാരിക വളർച്ചയുടെ അടിത്തറ വിദ്യാഭ്യാസം തന്നെയാണെന്ന് ചാവറയച്ചൻ ഉറച്ചു വിശ്വസിച്ചു. സങ്കീർണമായ ജാതി വ്യവസ്ഥയും തൊട്ടുകൂടായ്മയും മുച്ചനീചത്വത്തിൽ നിന്നിരുന്ന കേരളീയ സംസ്കാരത്തിലെ ഒരു ഇരുണ്ട കാലഘട്ടത്തിലേക്കാണ് മാറ്റത്തിന്റെ ശങ്കുലിയുമായി ചാവറയച്ചൻ കടന്നു വന്നത്. 1846 അവർണർക്കും സവർണർക്കും ഒരുമിച്ചിരുന്ന് പഠിക്കാൻ ഇട നൽകിയ സംസ്കൃത സ്കൂളുടെ സ്ഥാപനത്തിലൂടെയാണ് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തിന് ചാവറയച്ചൻ അടിത്തറ പാകിയത്. 1864 പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയം നടപ്പാക്കിയതിലൂടെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം ചാവറയച്ചൻ സാർവത്രികമാക്കി. കൂടാതെ ദരിദ്രരായ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി, അതിനായി നെൽകൃഷി, സൗജന്യ പുസ്തക വിതരണം, ഭാഷാ പഠനത്തിന് ഇംഗ്ലീഷ് സ്കൂളുകൾ, തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങിയവ ചാവറയച്ചന്റെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഇടം നേടിയിരുന്നു. ക്രിസ്തുവിന്റെ പാത പിന്തുടർന്ന സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് പ്രത്യേകമായി പരിഗണന പുലർത്തിയിരുന്നു ചാവറയച്ചൻ. സ്ത്രീ സ്വാതന്ത്ര്യത്തിന് ഒരു വിലയും കൽപ്പിക്കാതിരുന്ന ആ കാലത്ത് സ്ത്രീത്വത്തിന്റെ മഹത്വം വിളിച്ചോതാൻ സ്ത്രീ ശാസ്ത്രീകരണ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. തന്റെ ജന്മനാടായ കൈനഗിരിയിൽ സ്ഥാപിച്ച ഉപവിശാല അഗതികൾക്ക് മാന്യമായി ജീവിക്കുവാനുള്ള ഒരിടമായിരുന്നു. ദരിദ്രരെ സഹായിക്കുന്നതിനായി ചാവറയച്ചൻ തുടക്കം കുറിച്ച പിടിയേരി സമ്പ്രദായം മഹത്തായ ആശയം തന്നെയാണ്. കുടുംബ ബന്ധങ്ങൾ സുദൃഢമാക്കാനുള്ള നല്ല പാഠങ്ങൾ ഒരു നല്ലയപ്പന്റെ ചവരുൾ എന്നതിലൂടെ ചാവറയച്ചൻ നമുക്ക് പകർന്നരുളി. 1846 കോട്ടയം മാനാനത്ത് സ്ഥാപിച്ച പ്രസ്സും പ്രസിദ്ധീകരണശാലയുമാണ് മറ്റൊരു ചരിത്ര സംഭവം. നസ്രാണി ദിനപത്രം, കർമ്മല കുസുമം എന്നിവയുടെ ഉത്ഭവം അവിടെ നിന്നാണ്. ചാവറയച്ചന്റെ കലാ സാഹിത്യ ആധ്യാത്മിക രചനകൾ ഏറെ പ്രാധാന്യത്തോടെയാണ് ഇന്ന് കേരളീയ സമൂഹം വീക്ഷിക്കുന്നത്. അനസ്താഷിയുടെ രക്തസാക്ഷ്യം പോലുള്ള ഒട്ടേറെ കാവ്യങ്ങൾ, പ്രാർത്ഥനാ പുസ്തകങ്ങൾ, ചരിത്ര രേഖകൾ, ജീവചരിത്രങ്ങൾ തുടങ്ങിയ എത്രയോ കൃതികൾ ആ സാംസ്കാരിക നായകന്റെ തൂലികയിൽ നിന്നും ജന്മം കൊണ്ടു. ചാവറയച്ചന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച CMI, CMC, സന്യാസിനി സമൂഹങ്ങൾ, നിരവധി വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, ആതുരാലയങ്ങൾ, തൊഴിൽ പരിശീലന സ്ഥാപനങ്ങൾ തുടങ്ങിയവ ഇപ്പോഴും നിലനിന്നു പോകുന്നുവെന്ന അഭിമാനത്തോടെ ആദരവോടെ ഓർക്കുകയാണ്. കാലഘട്ടത്തിന്റെ അന്ധതയിൽ സ്വന്തം ചിന്തയുടെ പ്രകാശം കൊണ്ട് പാവനമാക്കിയ ചാവറയച്ചന്റെ ജീവിതം തന്നെയാണ് അദ്ദേഹം നമുക്ക് നൽകുന്ന സന്ദേശം. ചാവറയച്ചൻ ഭദ്രദീപം കൊളുത്തി ധന്യമാക്കിയ വഴിത്താരയിലൂടെ സഞ്ചരിച്ചാണ് ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള മഹത് വ്യക്തികൾ സാംസ്കാരിക കേരളത്തെ പടുത്തുയർത്തിയത്. പ്രബലമായ ഒരു ജനസമുച്ചയത്തെ, സാംസ്കാരിക കേരളത്തെ പടുത്തുയർത്തുവാൻ ശ്രമിച്ച ചാവറയച്ചനെ ചരിത്രം അതിന്റെ തമസ്കരണികൾക്കുള്ളിലാക്കുകയായിരുന്നില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നക്ഷത്രങ്ങളെ അനാഥമാക്കുവാൻ ഒരു ചരിത്രത്തിനും സാധിക്കുകയില്ല എന്ന് പറയുന്നത് പോലെ ഇതിഹാസമാനമാർന്ന ചാവറയച്ചന്റെ സംഭാവനകളെ ചരിത്രത്തിനും കാലത്തിനും മായ്ക്കുവാൻ കഴിയില്ല എന്ന് ആവർത്തിച്ചുറപ്പിച്ചുകൊണ്ട് നദികളും സാഗരങ്ങളും പർവ്വതങ്ങളും നിലനിൽക്കുവോളം കാലം കേരളത്തിന്റെ ചരിത്രത്തിലെ ചാവറയച്ചന്റെ ദീപ്തചിന്തകൾ നിലനിൽക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നടത്തുന്നു. ജയ് ക്രൈസ്റ്റ്.